അൾത്താര അഥവാ ബലിപീഠം ഒരു ക്രൈസ്തവ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിശുദ്ധ സ്ഥലമാണ്. ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് പോലും അൾത്താര കേന്ദ്രമാക്കിയാണ്. ഒരു ക്രിസ്ത്യാനി ദേവാലയത്തിന്റെ മധ്യത്തിൽ വന്ന് ആചാരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബലിപീഠത്തിന് മുൻപിലാണ്. അനേകം പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ബലിപീഠത്തിനുണ്ട്. ഈശോയുടെ കബറിടത്തിന്റെയും പരിശുദ്ധ തൃത്വത്തിന്റെ സിംഹാസനത്തിന്റെയും ഈശോയുടെ തന്നെയും പ്രതീകമാണ് അൾത്താര. അപ്പത്തിന്റെ മേശ എന്നും ബലിപീഠം അറിയപ്പെടുന്നു. ദേവാലയത്തിന് അകത്തും പുറത്തും അനേകം ആരാധനാക്രമ പ്രദക്ഷിണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷ പ്രദക്ഷിണവും ഇടവക തിരുനാൾ പ്രദക്ഷിണവുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രദക്ഷിണങ്ങളൊക്കെ അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതം അൾത്താരയ്ക്ക് ചുറ്റുമുള്ളതാണ് എന്നതാണ്. ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ അൾത്താരയ്ക്ക് ചുറ്റും എന്നാണ് അർത്ഥമാക്കുന്നത്. ക്രിസ്ത്യാനിയായ എൻ്റെ ജീവിതം അൾത്താരയെ കേന്ദ്രമാക്കി, അതായത് പരിശുദ്ധ കുർബാനയെ കേന്ദ്രമാക്കിയുള്ളതാണ് എന്ന് പ്രദക്ഷിണങ്ങൾ പ്രഘോഷിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ കൂദാശ ഭാഗത്താണ് സഭയോടൊപ്പം നാം അർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി തീരുന്നത്. അതിനാൽ കൂദാശ ഭാഗം മുഴുവൻ ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. 3 കൂദാശ ക്രമങ്ങളാണ് സീറോ മലബാർ ആരാധനാക്രമത്തിലുള്ളത്. മാർ അദ്ധായുടെയും മാർ മാറിയുടെയും കൂദാശക്രമം, മാർ തേദോറിന്റെ കൂദാശക്രമം, മാർ നെസ്തോറിയസിന്റെ കൂദാശക്രമം എന്നിവയാണ് അവ 3. ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൂദാശ ഭാഗത്ത് നമുക്കായിരിക്കാം. കൂദാശ ഭാഗത്തിന് ഗ്രീക്ക് പാരമ്പര്യത്തിൽ അനാഫറ എന്നും ലത്തീൻ പാരമ്പര്യത്തിൽ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥന എന്നുമാണ് പറയുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണത്തിനനന്തരം കാർമികൻ ബലിപീഠത്തെ സമീപിച്ച് അതിൽ 3 പ്രാവശ്യം ചുംബിച്ചതിനു ശേഷം കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അഭ്യർത്ഥനയോടുകൂടെയാണ് കൂദാശാഭാഗം ആരംഭിക്കുന്നത്. സജീവവും പരിശുദ്ധവും എന്ന കാനോനയോടുകൂടെ അഥവാ അതിപൂജിതമാം നിൻ എന്ന ഗീതത്തോടുകൂടെ കൂദാശാഭാഗം അവസാനിക്കുന്നു. മാർ അദ്ധായി മാറിയുടെ കൂദാശാക്രമത്തിൽ 4 ഗഹാന്തകൾ അഥവാ പ്രണാമ ജപങ്ങളാണ് ഉള്ളത്. ഓരോ ഗഹാന്തയോടൊപ്പം 3 ഘടകങ്ങൾ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥന അഭ്യർത്ഥന, കൂശാപ്പ, കാനോന എന്നിവയാണ് ആ 3 ഘടകങ്ങൾ. ഗഹാന്ത പ്രാർത്ഥനയും ഈ 3 ഘടകങ്ങളും കൂടി ചേരുന്നതാണ് ഒരു ഗഹാന്താവൃത്തം. അങ്ങനെ 4 ഗഹാന്താവൃത്തങ്ങളാണ് അദ്ധായി മാറി കൂദാശാക്രമത്തിൽ ഉള്ളത്. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നു കാർമികൻ സമൂഹത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന അഭ്യർത്ഥന. കാർമികനും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇത് സൂചിപ്പിക്കുന്നു. യോഗ്യതയോടെ ബലിയർപ്പിക്കുവാൻ കാർമികന് ദൈവജനത്തിന്റെ പ്രാർത്ഥന അത്യാവശ്യമാണ് എന്ന് പ്രാർത്ഥന അഭ്യർത്ഥന വ്യക്തമാക്കുന്നു. മറുപടിയായി ദൈവജനം പൗരോഹിത്യത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും കാർമികൻ അർപ്പിക്കുന്ന ബലിയിൽ ദൈവം സംപ്രീതനാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കാർമികൻ താഴ്ന്ന സ്വരത്തിൽ കുനിഞ്ഞു നിന്ന് വ്യക്തിപരമായി ചൊല്ലുന്ന രഹസ്യ പ്രാർത്ഥനയാണ് കൂശാപ്പ. പാരമ്പര്യത്തിൽ കാർമികൻ മുട്ടുകുത്തി അഗാധമായി കുമ്പിട്ടായിരുന്നു ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. പരിശുദ്ധ കുർബാന എന്ന മഹനീയ രഹസ്യം അർപ്പിക്കുവാൻ താനും ആരാധനാ സമൂഹവും അയോഗ്യരാണെന്ന് ഏറ്റുപറയുകയാണ് കാർമികനിവിടെ. തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ തങ്ങളെ ശക്തരാക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ വേണം പരിശുദ്ധ കുർബാനയ്ക്ക് അണയുവാനെന്ന് ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു.